بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ഫാത്തിർ 25 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ثم وإن يكذبوك അവിടെ വഇൻ എന്നതിലെ സക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കേണ്ടതാണ്. വഇയുകദ്ദിബൂക കാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷദീദും മഹ്മൂസുമായിട്ടുള്ള അക്ഷരമാണ്. അതുപോലെ ദാലിൻ്റെ ഉച്ചാരണം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വഇയുകദ്ദിബൂക ഫഖദ് കദ്ദബ ഫഖദ് ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരമാണ്. ദാലു ഖൽഖല നൽകി സുക്കൂനിനെ ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ ഫഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം മിൻ എന്നതിലെ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. മണിക്കലിൽ തഫ്ഖീമോട് കൂടിയാണ് ഉച്ചരിക്കേണ്ടത്. കാരണം ശേഷമുള്ളത് ഖാഫാണ്, ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. മിൻ ഖബ്ലിഹിം ഖബ്ലിഹിം ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ ഫഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ജാഅത്ഹും ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. താഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ഉച്ചരിക്കപ്പെടുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അഥവാ തായിന് അങ്ങനെ ഒരു ഖൽഖല വരരുത്. മഹ്മൂസായ അക്ഷരമാണ്. ജാഅത്ഹും റുസുലുഹും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. റുസുലുഹും ബിൽ ബയ്യിനാത്ത് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്, തടിപ്പിച്ചോദണം. ഇതിൽ വന്ന സാക്കിന മീം ഇഖ്ഫ ഷഫവി നൽകി മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. വ്യക്തമാക്കി മണിക്കുക. റുസുലുഹും ബിൽ ബയ്യിനാത്ത് ബിൽബയ്യിനാതി വബിസ്സുബുരി സ വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് സീന് പോലെയായി പോരുത്. വബിസ്സുബുരി വബിൽ കിതാബിൽ മുനീർ അൽ മുനീർ റായിനെ തർക്കീഖ് ചെയ്യേണ്ടതാണ്. റായിൽ വഖഫിന് വേണ്ടി സുക്കൂൻ വരുന്നു. തൊട്ടു മുമ്പിൽ സാക്കിനായ യാ ഉണ്ട് എന്നതുകൊണ്ട് തർക്കീഖ് പൂർണ്ണമായ നേർപ്പിച്ചുകൊണ്ടുള്ള ഉച്ചാരണം നൽകണം. അൽ മുനീർ. സുമ്മ ഈ പദത്തിൽ ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കുക. അഖദ്തുല്ലദീന കഫറൂ അഖദ്തു ദാല് വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് റിഖ്വായ അക്ഷരമാണ്. ഖാഇന് തഫ്ഖീമുണ്ട്. എന്നാൽ
മറ്റക്ഷരങ്ങൾക്ക് ഹംസക്ക് തഫ്ഖീം വരരുത്. എ ഖ എ ഖൽതു എ ഖൽതു ദാലിൽ ഇഖ്വായ ലൂസാക്കി അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഈ റിഖ്വായ അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ എടുക്കുന്ന സമയം അത്രയും സമയം നേർവിപരീതമായ ശദീദായ അക്ഷരങ്ങൾക്ക് എടുക്കുകയില്ല. എന്നാൽ ഷദീദിൻ്റെലും അല്പം കൂടി സമയമെടുത്തുകൊണ്ടാണ് മുത്തവസ്സിത്തായ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അതിനേക്കാളും കൂടുതലാണ് റിഖ്വായ ലൂസായ അയവോടുകൂടി ഉച്ചരിക്കേണ്ട ഈ അക്ഷരങ്ങൾക്ക് നൽകേണ്ടത്. സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചതാണ്. ثم أخذت الذين كفروا റായിന് മാത്രം തഫ്ഖീം കൊടുക്കുക. فكيف كان നക്കീർ റായിന് തർക്കീഖാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. റായിന് വഖഫിന് വേണ്ടി സുക്കൂനും തൊട്ടു മുമ്പിൽ സാക്കിനായ യാഉം വരുന്നു എന്നതിനാൽ. അലം തറ സാക്കിന മീമിനെ മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവി. താ ഇസ്തിഫാലിൻ്റെ തർക്കീഖോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം. റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം. അപ്പോൾ അലം തറ അന്നല്ലാഹ നൂൻ മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട നൂന് മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ലാമിനെ മണിക്കണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും. അന്നല്ലാഹ അൻസല അവിടെ സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഓതേണ്ടതാണ്, അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. അൻസല മിനസ്സമായി. ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ്. അപ്രകാരം തന്നെ അടുത്ത പദത്തിലും മാഅൻ. രണ്ട് പദങ്ങളിലും അലിഫിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബാണ്, ചേർന്ന് വന്ന ദീർഘം എന്ന് വെച്ചാൽ ദീർഘാക്ഷരവും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വന്നിരിക്കുകയാണ്. മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി അല്ലേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖാ റിഖ്വായ അക്ഷരം, അതോടൊപ്പം തഫ്ഖീം ചെയ്യണം. റായിനും തഫ്ഖീം. ജീമിന് സുക്കൂൻ ഖൽഖലയോടെ ഉച്ചരിക്കുക. ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിച്ച്. فأخرجنا به ثمرات مختلفا ثمرات താഇൻ്റെ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിച്ചോദനം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മുഖ്തലിഫൻ അൽവാനുഹ മുഖ്തലിഫൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അതിൽ ഖാഇന് തഫ്ഖീമാണ്. സമറാത്തിൻ എന്ന് പറയുമ്പോൾ റാവും അലിഫും തഫ്ഖീമാണെന്ന് സൂചിപ്പിച്ചു. സമറാത്തിൻ മുഖ്തലിഫൻ തൻവീൻ ഇദ്ഗാം ബിഗുന്ന കാമിൽ, ഖാഇ തഫ്ഖീം. ഇതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ മാത്രമേ തഫ്ഖീം ചെയ്യാവൂ, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. മുഖ്തലിഫൻ അൽവാനുഹ തൻവീൻ ഇൽഹാർ ഹൽഖി, ശേഷം ഹംസ വന്നു.
അൽവാനുഹ അലിഫിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ ദീർഘം നൽകാവൂ, കൂടുതൽ ദീർഘിപ്പിക്കരുത്. വമിനൽ ജിബാലി, വമിനൽ ജിബാലി ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, എല്ലാം തർക്കീഖ് ചെയ്യുക. ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫ്. ജുദദുൻ തൻവീൻ, ബീദുൻ തൻവീൻ, ഹുംറുൻ തൻവീൻ, എല്ലാം മണിക്കണം. ഇതിൽ ജുദദുൻ എന്നതിലെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം, സാക്കിനായ മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം, ശേഷം ബ ആണ്. എന്നാൽ ബീദുൻ ഈ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഹുംറുൻ ഈ തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കണം. അപ്പോൾ ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫ്. ബീദുൻ ളാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, അതുപോലെ ഹുംറുൻ റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഇവയെ തഫ്ഖീമോടുകൂടി തടിപ്പിച്ചുച്ചരിക്കുക, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. മുഖ്തലിഫുൻ അൽവാനുഹ, നേരത്തെ വന്ന മുഖ്തലിഫൻ അൽവാനുഹ പോലെ ഇവിടെയും തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. വഗറാബീബു സൂദ്, ഗറാബീബു ഗൈന് തഫ്ഖീം നൽകി ഉച്ചരിക്കണം, റായിനും അലിഫിനും തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കുക, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. സൂദ് ദാലിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം, ദീർഘം നൽകാവുന്നതാണ്. മദ് ആരിദ് ലിസുകൂൻ. സൂദ് ദ് എന്ന് വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ ഉച്ചരിക്കുക, വഖഫ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود.